ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനുവിന്റെ വിവാഹം മുടക്കാൻ വേണ്ടി അലോക് നിയമിക്കുകയാണ് നമ്മുടെ സുകന്യനെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അമ്മായി എങ്ങനെയെങ്കിലൊക്കെ എന്റെയും അനുവിന്റെ വിവാഹം വേണം നടത്താനായിട്ട്. അവളുടെ വിവാഹം ഇപ്പൊ ഉറപ്പിച്ചിരിക്കുന്നത്, അത് മുടക്കിയേ പറ്റൂ. അമ്മായി അതങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിൽ അമ്മായിയുടെ പഴയകാല ബന്ധമുണ്ടല്ലോ, അതായത് ആദ്യ വിവാഹ ബന്ധം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവമംഗലത്തുകാരെ ഞാൻ അറിയിക്കും. എടാ ദുഷ്ട പരമദ്രോഹി, എന്റെ ജീവിതം നീ എന്തിനാണ് തൊലക്കണത് എന്ന് പറയുമ്പോ, അങ്ങനെ തൊലക്കണ്ടെന്നാണെങ്കിൽ അനുവിന് എന്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്തിലേക്ക് എനിക്ക് വേണം. അടാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരി ശരി, ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടന്നിരിക്കണം എന്ന് അലോക് പറയുന്നുണ്ട്. ശേഷം അലോക് നേരെ പോണത് അലോകിന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നിനെയല്ല, നമ്മുടെ അനുവിന്റെയും അലോകിന്റെയും കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞിട്ടാ, നീ നല്ലൊരു എഡിറ്റർ അല്ലേടാ, എന്റെയും അനുവിന്റെയും കുറച്ച് ഫോട്ടോസ്, ഇന്റിമേറ്റ് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് തരണം എന്ന് പറയുമ്പോ കൂട്ടുകാരൻ പറഞ്ഞേ, അടാ അതിനിപ്പോ എഡിറ്റിന്റെ ഒരു കാര്യമില്ല, ഇപ്പേലെ AI ഫോട്ടോസ് ഉള്ളത്. അത് കൊള്ളാടാ, അതാകുമ്പോ ആർക്കും സംശയം തോന്നത്തുമില്ല. എങ്കിൽ നീ എന്റെ അനുവിന്റെയും കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് റെഡിയാക്കി വെച്ചോ, ആവശ്യം വരും എന്ന് അലോക് പറയാണ്. കൂട്ടുകാരൻ സെറ്റടാ, ഞാൻ എപ്പ ശരിയാക്കി എന്ന് ചോദിച്ചാ മതി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അലോക് ഭയങ്കര സന്തോഷമാവാണ്. അനുവിന്റെ വിവാഹം മുടക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ. തിരിച്ച് വീട്ടിലെത്തിട്ട് അലോക് അമ്മയുടെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അനു ഈ വീട്ടിലെ മരുമകളായിട്ട് തന്നെ കേറും എന്ന് പറയണം. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ഒരു വലിയൊരു പെട്ടിയിൽ തന്നെ നിറച്ചു കല്യാണ ക്ഷണക്കത്ത് തയ്യാറാക്കി പ്രിന്റ് എടുത്തോണ്ട് വന്നിരിക്കാട്ടോ. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ആനന്ദിനും നമ്മുടെ ആര്യനും ആകാശിനും മാമനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെയൊക്കെ വിളിച്ചോ, പിന്നെ മീനാക്ഷി മോളെ കമ്പനിയുള്ള മോൾക്ക് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കാനുള്ള ലെറ്റർ എടുത്തോട്ടോ. ദേവി മോളെ അതുപോലെ മിത്രയുടെ കാര്യവും പറയണ്ടല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം എടുത്തോ, വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോ, ഒരു ഇതും വേണ്ട, പ്രിന്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി എടുക്കാം എന്ന് പറയണം. അപ്പൊ നമ്മുടെ ഗോമതി ഒരു ആഗ്രഹം പറയണ്ട, ബാലേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആദ്യത്തെ ക്ഷണം എന്റെ അമ്മേന്ന് തന്നെ ആയിരിക്കുമെന്ന്. അത് കേൾക്കുന്ന ബാലൻ പറയണ്ടേ, എന്റെ ഗോമതി അത് നീ പറഞ്ഞില്ലെങ്കിലും എന്റെ ആഗ്രഹം അത് തന്നെയാണ്, നീ നിന്റെ അമ്മേനെ തന്നെ ആദ്യം വിളിച്ചോ എന്ന് പറയണം. ഇത് കേൾക്കുന്ന സന്തോഷം കൊണ്ട് ഗോമതി വേഗം തുള്ളിച്ചാടി തന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ ആ സമയത്ത് മുമ്മറ തന്നെ ഉണ്ടാവോട്ടോ. അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വേഗം തന്നെ അമ്മ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, ഇത് അമ്മക്ക് തരാൻ വേണ്ടി വന്നതാ, ഇതെന്താ മോളെ വായിച്ചു നോക്കെന്ന് പറയുമ്പോ അത് വായിക്കുന്നവർ അമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. ഹോ, എന്റെ കൊച്ചുമകളുടെ വിവാഹമാണ്, പക്ഷെ അത് ക്ഷണക്കത്ത് മേടിക്കാൻ പോലും ഇവിടെ വരേണ്ടി വന്നല്ലോ. എന്തായാലും അവൾക്ക് നല്ലൊരു പയ്യനെ തന്നെയല്ലേ മോളെ കണ്ടുപിടിച്ചേക്കണത്. പയ്യൻ എങ്ങനെയുണ്ട്? നല്ല പയ്യനാമേ, അവൾക്കും ഇഷ്ടപ്പെട്ടു. ആണോ? അവൾക്കും ഇഷ്ടപ്പെട്ടോ? അതെ, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവള് പറഞ്ഞത് അച്ഛൻ കണ്ടുപിടിച്ചോണ്ട് ഏറ്റവും നല്ല പയ്യനെ തന്നെയാണെന്ന് അവള് പറഞ്ഞത്. ആണോ? ഷോ, എങ്ങനെയെങ്കിലും നല്ല രക്ഷപ്പെട്ടു. എനിക്ക് മാത്രം പയ്യനെ കാണാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ലമ്മേ, വിവാഹ നിശ്ചയം നടത്തുന്നില്ല, അടുത്ത മാസേ പയ്യന്റെ പെങ്ങളെ UK-യിലാണ്. അപ്പൊ അവിടേക്ക് പയ്യന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് അവന്റെ കെട്ട് നടത്താനാ വീട്ടുകാരുടെ ആഗ്രഹം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അത് നന്നായി മോളെ, എത്രയും പെട്ടെന്ന് അനുമോളുടെ വിവാഹം നടത്തണേ നല്ലത്. അല്ലെങ്കിൽ ഇവിടുത്തെ കൊലകാരന്മാര്, അല്ലെങ്കിൽ ഇവിടുത്തെ കൊള്ളക്കാരെല്ലാരും കൂടി അനുമോളുടെ വിവാഹ കുടുംബജീവിതം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണേ നല്ലതെന്ന് അമ്മയും പറയാണ്. അതിങ്ങനെ ഗോമതി പറയണ്ടേ, എന്തായാലും അമ്മ വിവാഹത്തിന് വരണം കേട്ടോ എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിവാഹത്തിന് വന്നിരിക്കും എന്ന്, എന്റെ കൊച്ചുമകളുടെ വിവാഹത്തിന് വന്ന് അവൾക്ക് അനുഗ്രഹം തന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയാണ് നമ്മുടെ അമ്മ കേട്ടോ. അത് കേൾക്കുമ്പോ ഗോമതിക്ക് ഭയങ്കര സന്തോഷമൊന്നുണ്ട്. അമ്മേ ഇവിടെ വന്ന് ക്ഷണിക്കണേ അമ്മ ഒന്നും വിചാരിക്കല്ലേ, അവിടെ വന്ന് ക്ഷണിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എനിക്കറിയാലോ മോളെ, നീ ഇപ്പോ ഇത് ക്ഷണക്കത്ത് തരേണ്ട കാര്യം പോലില്ല, വിളിച്ചു പറഞ്ഞാൽ പോലും ഞാൻ വരുമായിരുന്നല്ലോ. അയ്യോ, എന്റെയും ബാലട്ടന്റെ ആഗ്രഹം അമ്മേ, ആദ്യ ക്ഷണക്കത്ത് അമ്മക്ക് തരണോന്ന്, അമ്മയിലെ കുടുംബത്തിലെ കാണുന്നവര്. ഓ സന്തോഷമായി മോളെ എന്നൊക്കെ അമ്മയും പറയാണ്. അങ്ങനെ പെട്ടെന്ന് അനുമോളുടെ വിവാഹ ദിവസം അങ്ങോട്ട് ആവണം കേട്ടോ. അതേസമയം ആനന്ദാണെങ്കിൽ ദേവിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഉദയഭാനുടെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകരുടെ അടുത്തും പറയണ്ട്, എന്റെ അനിയത്തി അനുശ്രീയുടെ വിവാഹമാണ്. അയ്യോ മോനെ, ഞങ്ങൾ ഒരാഴ്ച മുമ്പേ വരാം എന്ന് ഉദയഭാനു വരുമ്പോ, വേണ്ട നിങ്ങൾ വരണ്ട, അത് പറയാൻ വേണ്ട ഞാൻ വന്നത്. അതെന്താ മോനെ ഞങ്ങൾ വരാത്തത്? ദേ ആ വീട്ടില് ആദ്യം വരുമോള് എന്റെ മോളല്ലേ, ദേ ആ കാര്യം നിങ്ങൾ പറഞ്ഞു പോരുത്. അനുമോളുടെ വിവാഹം കഴിഞ്ഞ ദേ നിങ്ങളുടെ ദേവി മോൾ ഈ കുടുംബത്തിൽ നിങ്ങളുടെ കൂടെ കഴിയും, പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല. കാരണം ധർമ്മമാമന്റെ വിവാഹത്തിന്റെ സമയത്താണ് ഞാൻ ദേവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നത്. അപ്പോഴാണ് അവള് ഗർഭിണിയാന്നൊക്കെ കളിയൊക്കെ ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞത്. അതിനുശേഷമാണെങ്കിൽ അവൾ ആ കുഞ്ഞ് ഇല്ലാതാക്കി. എന്തെങ്കിലും ആവട്ടെ, അതിനുശേഷം അവളെ പുറന്തള്ളാൻ വേണ്ടി പോയപ്പോഴാണ് അതേ അനുവിന്റെ വിവാഹമായത്. ഇനിയിപ്പോ അനുവിന്റെ വിവാഹം കഴിയട്ടെ,
പിന്നെ എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അനുവിന്റെ വിവാഹം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ മോള് നിങ്ങളുടെ കുടുംബത്തിലും ഞാൻ എന്റെ കുടുംബത്തിലും സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയാണ്. ആനന്ദ് പറയുന്നുണ്ട് ഒക്കെ സംഭവിച്ചാലും ശരി, വിവാഹത്തിന് നിങ്ങൾ വരരുത്, വന്ന മുട്ടുകാല് തല്ലിയൊടിക്കും ഭാര്യയുടെ ഭർത്താവിന്റെ എന്ന് പറഞ്ഞിട്ടാണ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ ഉദയഭാനു പറഞ്ഞിട്ട്, സ്ത്രീകളെ നമുക്ക് എന്തായാലും വിവാഹത്തിന് പോണം, ഒരുപാട് സ്വർണവും പണവും ഒക്കെ അവർക്ക് കിട്ടും, അതില് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റിയാൽ നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിച്ചു മാറ്റി, ബാലനതൊന്നും ശ്രദ്ധിക്കില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിച്ചു മാറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടോടി, നമുക്ക് പോയിട്ട് വരാമെന്ന് ഉദയഭാനു പറയാണ്. സ്ത്രീകളെ പണ്ട് സെറ്റ്, നമുക്ക് എന്തായാലും പോകാമെന്ന് പറയണ്ട. അങ്ങനെ വിവാഹം പെട്ടെന്ന് തന്നെ ആവുകട്ടോ. വിവാഹത്തിന്റെ തലേന്ന് നമ്മുടെ അനുമോളാണെങ്കിൽ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണല്ല, വരുന്ന ആൾക്കാരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലോക് സുകന്യ എടുത്ത് എത്രയും പെട്ടെന്ന് കൃഷ്ണമംഗലത്തേക്ക് വരാൻ വേണ്ടി പറയണം. അങ്ങനെ സുകന്യ കൃഷ്ണമംഗലത്തേക്ക് പോകുന്നുണ്ട്. എന്താ അലോക്, അവിടെ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കും, കാണാതായിക്കനാ, എന്തിനാ നീ എന്നെ വിളിച്ചത്? ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അനുവിന്റെ വിവാഹം നടക്കരുതെന്നതേ, നാളെ രാവിലെ ആകുമ്പോ അവളെ താലികെട്ടാണ് 10-നും 11-നും ഇടക്ക്. അതിനു മുമ്പെങ്കിലും അവൾ എന്റെ സ്വന്തം ആവോ? എടാ അലോകെ, താലികെട്ട് വരെ സമയമുണ്ടല്ലോ, നമുക്ക് എങ്ങനെ വിവാഹം മുടക്കാം. ഇങ്ങനെ തന്നെയാണ് ചേച്ചി ഒരു മാസം പറഞ്ഞത്. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു പോയി, അവളുടെ വിവാഹമായി. അവൾക്കാണെങ്കിൽ ഒരു കൂസലില്ല, എന്നെ കണ്ട പരിചയം പോലും അവൾക്കില്ല. അവളാ പുതിയ ചെക്കനെ പ്രണയിക്കാൻ തുടങ്ങിയല്ലേ, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ. സ്വഭാവം നല്ലത്, കാണാനും കൊള്ളാം, പിന്നെ നല്ല ജോലിയുണ്ട്, വീട്ടുകാരാണെങ്കിൽ നല്ല സ്വഭാവമുള്ളവര്, നല്ല കുടുംബ പശ്ചാത്തലം, നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട്. ചെക്കനാണെങ്കിൽ നല്ല സ്വഭാവം ഇതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് വീണടാ എന്ന് പറയാണ്. അങ്ങനൊന്നും പറഞ്ഞു പോകരുത്, എന്തായാലും അവളെ എനിക്ക് തന്നെ വേണം, എത്രയും പെട്ടെന്ന് വിവാഹം മുടക്കാൻ നോക്ക്. ഞാനേ ചേച്ചിയുടെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, ആ ഫോട്ടോസ് അവൾക്ക് കാണിച്ചു കൊടുക്ക്. അവള് മര്യാദയ്ക്ക് വിവാഹത്തിന് പിന്തള്ളി നിൽക്കുകയാണെങ്കിൽ അവൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ വിവാഹം മുടങ്ങാൻ ഈ ഫോട്ടോസ് നാളെ കതിർ മണ്ഡപത്തിന്റെ പുറത്തും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോണ ആ ഒരു ഭക്ഷണശാലയിലും, പിന്നെ ആൾക്കാർ വരുമ്പോഴേക്കും അവരുടെ ഫോണിലേക്കും ഒക്കെ നോട്ടീസ് ആയിട്ട് കൊടുക്കും എന്നുള്ള കാര്യം അവളോട് പറഞ്ഞേക്ക്. എന്ത് ഫോട്ടോസാണ് അയച്ചിരിക്കുന്നത്, ചേച്ചി നോക്ക് എന്ന് പറയണം. അത് നോക്കുന്ന സുകന്യ ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോ അലോകിന്റെയും അതുപോലെ തന്നെ അനുവിന്റെയും വേണ്ടാത്ത ഫോട്ടോസ്. ഇത് കാണുന്ന സുകന്യ പറഞ്ഞു, ഈശ്വര, നീയും അവളും തമ്മിൽ ഇത്ര അടുപ്പത്തിലായിരുന്നോ? എന്റെ ചേച്ചി, ഇതൊക്കെ ഫോട്ടോ എഡിറ്റിംഗ് ഫോട്ടോ അല്ലേ, പക്ഷെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അവരൊക്കെ ഇത് വിശ്വസിച്ചോളും. ചേച്ചി അവളോട് പറയണം, വിവാഹത്തിന് മര്യാദയ്ക്ക് പിന്മാറിക്കോ, അല്ലെങ്കിൽ ഈ ഫോട്ടോസ് നാളെ വൈറൽ ആവോന്ന്. ശരി, ഞാൻ എന്തെങ്കിലും പറയാം, ഇപ്പൊ എനിക്ക് അവളോട് സംസാരിക്കണം, ചേച്ചി അവളും കൂടെ വിളിച്ചേ. അങ്ങനെ അവള് വരത്തൊന്നുമില്ല ചേച്ചി, ഞാൻ പറഞ്ഞത് കേട്ടോ, അവളെ വിളിക്കാനാ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സുകന്യ ആണെങ്കിൽ അനുവിനടുത്ത് പറഞ്ഞിട്ട്, അനുമോളെ, അലോകിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്, നാളെ നിന്റെ വിവാഹം കഴിയല്ലേ, അതിനു മുമ്പ് അവൻ എന്തോ പറയണോന്ന് പറയാണ്, നീ ഒന്ന് അവനോട് സംസാരിക്കേ. എന്റെ ചേച്ചി, ഞാൻ പറയണമെന്ന് കേക്ക് അമ്മായി, എനിക്ക് അവനോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. നോക്ക്, നാളെ എന്റെ വിവാഹമാണ്, ആ സമയത്ത് അവനോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുമായിട്ട് അനു അവിടെ നിന്ന് പോവാണ്. സുകന്യ അലോക് പറയണ്ട, അവൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല അല്ലേ ചേച്ചി എന്ന് അലോക് സുകന്യയോട് ചോദിക്കുമ്പോ, അതേടാ, ഞാൻ സംസാരിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞപ്പോഴേ അവള് ഓടിത്തുള്ളിച്ചാടി അകത്തേക്ക് പോയി. കുഴപ്പമില്ല ചേച്ചി, അവസാന തടവായിട്ടുള്ള ആ ഫോട്ടോസ് കാണിക്കേ, അതിലെന്തായാലും അവള് വീഴും, എന്തായാലും നാളെ വിവാഹം മുടങ്ങും എന്ന് പറയാണ്. അങ്ങനെ സുകന്യ ആ ഫോട്ടോസ് അനുവിനെ കാണിക്കാൻ വേണ്ടി പോകുവാട്ടോ. അതാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മളൊക്കെ കാണിച്ചത്. എന്തായാലും കാത്തിരുന്ന് കാണാം, ആ എപ്പിസോഡ്സ് എന്തായാലും ഈ ആഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.